ഹല്ലേലൂയ. വചനം കേൾക്കാൻ സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കൈയുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. അത് ആത്മാവിന് ജീവൻ നൽകുന്നു, അത് ആത്മാവിനെ പുതുക്കുന്നു, അത് നിത്യജീവനായി നമ്മളെ ഒരുക്കുന്നു, അത് നമ്മളെ നല്ല മണവാട്ടിയാക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കുന്നത് ദൈവം തരുന്ന ദർശനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയമാണ്. ഒന്ന് പറയാമോ? ദൈവം തരുന്ന ദർശനം. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ് ഗിവൺ വിഷൻ. ദർശനം കർത്താവ് നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കും. ദൈവം ദർശനം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളുടെ ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് തരും. പലർക്കും അത് സ്ഥിരം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലർക്ക് ചെറുപ്പത്തിലെ ചില ദർശനങ്ങൾ തന്നിട്ട് അത് ഒരു ചാരം വന്ന് മൂടിയ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. ചിലർ കർത്താവ് ഇങ്ങനെ ദർശനം തരുന്ന ദൈവമാണെന്ന് അറിയുക പോലും ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ളവരാണെങ്കിലും ഈ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ കർത്താവ് തരുന്ന ദർശനങ്ങളെ പൊടി തട്ടി എടുക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവ് ദർശനങ്ങളെ തരുന്നവനാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വളരെ ചെറുപ്പത്തിൽ ജീവിതത്തിന്റെ അറ്റത്തെ ചില കാര്യങ്ങൾ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞത് ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാ തിരിച്ചറിഞ്ഞത്. ഇത് കർത്താവ് സംസാരിച്ചതാ, ഇത് അവൻ കാണിച്ചു തന്ന ചിത്രമാ. നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചറിയാതെ പോകും. അല്ലെങ്കിൽ ലോകത്തിന്റെ ആകർഷണങ്ങളിലും ലോകത്തിന്റെ നൈമിഷികമായ കാര്യങ്ങളിലും ഈ ദർശനം മൂടിക്കിടക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യും? പൊടിയൊക്കെ തട്ടിയെടുത്ത് തിളക്കം വെപ്പിച്ച് ആ ദർശനത്തിൽ നമ്മൾ നടക്കും. നോക്ക്, കർത്താവ് തരുന്ന ദർശനം നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ ലോകത്തിന്റെ വഴികളിൽ നീ പെട്ടുപോകും. ലോകത്തിന്റെ ആകർഷണങ്ങളിൽ നീ പല ദിശയിലേക്ക് നിന്റെ ജീവിതം തിരിയും. ദൈവ പദ്ധതികളിലൂടെ നടക്കുന്നതിന് അത് തടസ്സമോ അല്ലെങ്കിൽ താമസമോ വരുത്തും. അതുകൊണ്ട് ഇതിന് പ്രാധാന്യമുണ്ട്. ദൈവത്തിന്റെ ദർശനം എന്നെക്കുറിച്ച് എന്താണ്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എങ്ങനെയാണ്. നോക്ക്, എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്, ഒരു കുട്ടിയായിരിക്കട്ടെ, അവർക്ക് ഒരു ദർശനം വേണം. കർത്താവ്, ഞാൻ ഏറ്റവും നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ക്ലാസ്സിൽ ഒന്നാമനാകണം, അല്ലെങ്കിൽ അതുപോലെ ഉയർന്ന മാർക്ക് വാങ്ങണം എന്നത് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ദർശനമാണ് എന്ന ബോധ്യം. മാതാപിതാക്കളെ ഞാൻ അനുസരിക്കണം, ഇത് കർത്താവിന് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് എന്ന തിരിച്ചറിവ്. ഇത് ഉണ്ടെങ്കിൽ, ആ ദർശനം അറിയുമെങ്കിൽ അവൻ മറ്റ് പല കാര്യങ്ങളിലും വീണുപോകാതെ, മറ്റ് പലതിലും ശ്രദ്ധിക്കാതെ അവന്റെ ദർശനത്തിൽ നടക്കും. ഹല്ലേലൂയ. ഒരു ഭർത്താവ് തന്റെ കുടുംബത്തെ നോക്കണം, കുടുംബത്തെ പോറ്റണം, ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ വളർത്തണം എന്ന ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം അവന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ, എല്ലാറ്റിനുമുപരി ഈ എല്ലാ കാര്യങ്ങളിലും ദൈവസഭയോട് ചേർന്ന് ദൈവ വേലകളിൽ അല്ലെങ്കിൽ ദൈവമാക്കി വെച്ച ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ നടക്കണം, അതിനോട് കൂടെ ലോകത്തിൽ നിറവേറ്റേണ്ടത് ഞാൻ ചെയ്യണം എന്ന ദർശനമുണ്ടെങ്കിൽ അവൻ ആ പദ്ധതികളിൽ വേഗത്തിൽ മുന്നിട്ട് പോകും. ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവിനോട് ചേർന്ന് കർത്താവിൽ ഒരുമിച്ച് നിൽക്കണം, ഭർത്താവിനോട് ചേർന്ന് ഏൽപ്പിച്ചത് ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം എന്ന ആ ബോധ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിയാലും പുതിയ നിയമത്തിലേക്ക് നോക്കിയാലും ദൈവം ദർശനങ്ങളെ കൊടുക്കുന്നത് കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ അത് ഒന്ന് രണ്ട് പഴയ നിയമ ഭാഗങ്ങൾ വായിക്കുകയാ. ഒന്ന്, അബ്രഹാമിന് ദൈവം ഒരു ദർശനം കൊടുത്തു. അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ടോ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഒന്ന് പറഞ്ഞേ, നിന്നിലൂടെ ഭൂമിയിലെ
സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് കൊടുത്ത ദർശനമാ നീ അനുഗ്രഹിക്കപ്പെടും. ദർശനം എന്ന് പറഞ്ഞേ, നീ അനുഗ്രഹിക്കപ്പെടും, നിന്നെ ഞാനൊരു വലിയ ജനതയാക്കും. അപ്പോ അബ്രഹാം ആ ദർശനം കണ്ടു, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എന്നിലൂടെ ഒരു വലിയ ജനത ഉണ്ടാകും, ഭൂമിയിലെ സകലരും എൻ്റെ തലമുറയിലൂടെ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. നമുക്കറിയാം ക്രിസ്തുവിലാണ് ഈ വാഗ്ദാനം പൂർത്തിയായത്. ക്രിസ്തുവിലൂടെ സകലരും, അബ്രഹാമിന്റെ തലമുറയിൽ നിന്നാണ് ക്രിസ്തു വന്നത്, ഭൂമിയിലെ സകലരും അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ ആ സമയത്ത് അബ്രഹാമിന് കുട്ടികളില്ല, പ്രായം ചെന്നിരിക്കുന്നു, സാധ്യതകളില്ല. കാരണം സാറയ്ക്കും പ്രായം ചെന്നു, അബ്രഹാമിനും പ്രായം ചെന്നു. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടത്, ദൈവം തരുന്ന ദർശനങ്ങൾ പലപ്പോഴും സാധാരണ ഭൂമിയിലുള്ള ജ്ഞാനത്തിൽ ആലോചിച്ചാൽ സാധ്യമെന്ന് തോന്നുകയില്ല. ദർശനം മനസ്സിലാക്കാൻ ഉള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. കാരണം ഇത് സാധ്യമല്ല എന്ന് നമുക്ക് തോന്നാം. അതുപോലെ ആയിരിക്കും ദൈവം ചില ദർശനങ്ങൾ തരുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കിയതിന് ശേഷമല്ല ദർശനം വരുന്നത്. ദർശനം നിനക്ക് വരുമ്പോൾ ഒരു സാഹചര്യവും അനുകൂലമാകണമെന്നില്ല. അബ്രഹാമിന് സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല. അവന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കുവാനുള്ള പ്രായം കഴിഞ്ഞിരുന്നു, അവനും വാർദ്ധക്യം എത്തിയിരുന്നു. എങ്കിലും ദൈവം ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തു. പ്രൈസ് ഗോഡ്. രണ്ടാമത് തിരിച്ചറിയേണ്ടത്, വാഗ്ദാനം ദൈവത്തിൽ നിന്നാണെങ്കിൽ എപ്പോഴും അതിനെതിരെ പ്രതിസന്ധികൾ ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവം തന്ന വാഗ്ദാനങ്ങൾക്കെതിരെ പിശാച് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാതിരിക്കാൻ പല കാര്യങ്ങളും തടസ്സങ്ങളായി നിന്റെ മുൻപിൽ വരും. എന്നാൽ നിനക്ക് ദർശനത്തിന്റെ വ്യക്തതയുണ്ടെങ്കിൽ, ദർശനം ദൈവം തന്നിരിക്കുന്നത് നിന്റെ മുൻപിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാമിന്റെ ജീവിതം നോക്കിയാൽ എത്രയോ പ്രതിസന്ധികൾ. ആദ്യം വീട്ടുകാരെ മുഴുവൻ വിടാൻ പറഞ്ഞു, അവരിൽ നിന്നെല്ലാം മാറി ഹാരാനിൽ വന്ന് പാർത്തു. നമുക്കൊരു വചനം വേഗം വായിക്കാം. 12-ാം അധ്യായം തന്നെ 10-ാം വചനം. അവിടെ നിന്ന് നമുക്ക് 10-ാം വചനം ഒന്ന് വായിക്കാമോ വേഗം? ദേശത്ത് ക്ഷാമം ഉണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. പ്രൈസ് ഗോഡ്. നോക്ക്, ദൈവം പറഞ്ഞ് വീട്ടുകാരെ എല്ലാം വിട്ട് കാനാനിൽ വന്ന് താമസിക്കുക. ദർശനമുണ്ട്, നീ അനുഗ്രഹമായിരിക്കും, വലിയ ഒരു ജനത നിന്നിലൂടെ ഉണ്ടാകും. ദൈവം പറഞ്ഞതനുസരിച്ച് കാനാനിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയ ക്ഷാമമുണ്ടായി. അവിടെ നിന്ന് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ, ബുദ്ധിമുട്ടുകൾ സഹിക്കുക. എന്നിട്ട് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ ചെന്ന് അബ്രഹാം പേടിച്ച് സാറ ഭാര്യയല്ല സഹോദരിയാണ് എന്ന് നുണ പറഞ്ഞു. വളരെ പരീക്ഷണങ്ങൾ വരികയാ. അത് കഴിഞ്ഞ് ഫറവോൻ സാറയെ പ്രാപിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ സത്യം പുറത്തു വന്നു. കാരണം മഹാമാരികളാൽ ആ രാജ്യത്തെ പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി ഈജിപ്തിന്. അതുകൊണ്ട് സാറായി അബ്രഹാമിന് തന്നെ തിരിച്ചു കൊടുത്തു. അവർ യാത്രയായി. ലോത്ത് കൂടെ ഉണ്ടായിരുന്നു. ലോത്ത് വേറെ വഴിക്ക് തിരിഞ്ഞുപോയി. അങ്ങനെ ഒരുപാട് ക്ലേശങ്ങളുടെ നടുവിലൂടെ അബ്രഹാം യാത്ര ചെയ്തു. നമുക്കറിയാം അവസാനം വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കുന്നതിന് മുൻപ് വലിയ ഒരു തെറ്റിദ്ധാരണ കൊണ്ടുവരുവാൻ പിശാച് നോക്കി. ദാസ്യസ്ത്രീയായ ഹാഗാറിലൂടെ പിറന്ന ഇഷ്മായേൽ അതായിരിക്കും ദൈവത്തിന്റെ വാഗ്ദാനമെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അബ്രഹാമിലൂടെയും സാറയിലൂടെയും തന്നെ ജനിച്ച ഇസഹാക്കിലൂടെയാണ് ദൈവം അനുഗ്രഹം വെച്ചിരുന്നത്. നമ്മൾ ഈ ദർശനം എപ്പോഴും ഉപദ്രവം സഹിക്കുന്നത് കാണാം ഇത് നോക്കിയാൽ. കാരണം ഇസഹാക്കിലൂടെയുള്ള അനുഗ്രഹം തട്ടിയെടുക്കുവാൻ ഇഷ്മായേലിനെ അവിടെ കൊണ്ടുവരികയാണ്.
അത് കഴിഞ്ഞ് ഇസഹാക്ക് ജനിച്ചതിന് ശേഷവും ബലിയർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ബലിയർപ്പിക്കുവാനായി പോവുകയാണ്. അപ്പോഴെല്ലാം അബ്രഹാമിനെ നടത്തുന്നത് ആ ദർശനമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നതിൽ കർത്താവ് പറഞ്ഞ വചനത്തിൽ അബ്രഹാം ഉറച്ചു നിന്നു. ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും എന്ന് കർത്താവ് പറഞ്ഞതിൽ ഉറച്ചവൻ നിന്നു. നിന്നിലൂടെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തതിൽ അവൻ ഉറച്ചു നിന്നു. ദൈവത്തിൽ ആത്മാവിൽ കാഴ്ചയുള്ളവർ ഞാൻ ഇതെല്ലാം പറയുമ്പോൾ ആമേൻ പറയും. കാരണം ഇത് അബ്രഹാമിന് മാത്രമുള്ള വചനമല്ല. നിന്നിലൂടെ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. നിന്നെ കുറിച്ചുള്ള വാഗ്ദാനം കൂടിയാ. ഹല്ലേലൂയ. അപ്പോൾ ദർശനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അബ്രഹാമിന് ഇതെല്ലാം ജീവിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ട ദർശനത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി അബ്രഹാമിന്റെ കാര്യമെല്ലാം നമ്മൾ ധ്യാനിക്കുന്നത്. വീണ്ടും വചനത്തിലേക്ക് വരാം. മോശയ്ക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു. വേഗത്തിൽ വായിക്കാം. 3 എക്സോഡസ്, പുറപ്പാട് 3:9-10 വേഗത്തിൽ വായിക്കാം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിനോ ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. പ്രൈസ് ഗോഡ്. അബ്രഹാമിന് നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഒരു വലിയ ജനതയാക്കുമെന്ന ദർശനമാ കൊടുത്തത്. മോശയ്ക്ക് കൊടുത്ത ദർശനം ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ മക്കൾ പീഡനത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെ അയക്കുകയാ, നീ അവരെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കണം. ഇത്രയേ ഉള്ളൂ ദർശനം. ഇസ്രായേൽ ജനത്തെ നീ അവർ ഇപ്പോൾ പീഡനം അനുഭവിക്കുന്ന ഈജിപ്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് നീ എത്തിക്കണം. ഇതാണ് ദർശനം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം പ്രതിസന്ധികളിലൂടെ മോശ കടന്നുപോയി, എത്രത്തോളം പ്രതിസന്ധികളിലൂടെ ആ ജനം കടന്നുപോയി. യഥാർത്ഥത്തിൽ നോക്കിയാൽ അവർക്ക് ഈ ദർശനം മുൻപിൽ വ്യക്തത ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ ദർശനം മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ മോശയിലൂടെ പറഞ്ഞ ആ 10 കൽപ്പനകളും അവർ അനുസരിച്ചേനെ. നോക്ക്, ദർശനം തരിക മാത്രമല്ല, ആ ദർശനത്തിലേക്ക് എത്തേണ്ടതിന് ചട്ടങ്ങളും ദൈവം തരുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാം ദൈവം ദർശനം തന്നിട്ടുണ്ട്. ആ ദർശനം മാത്രമല്ല, അത് എങ്ങനെ നമ്മൾ ആ ദർശനത്തിൽ എത്തണം, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവവേലകൾ ചെയ്യേണ്ടത്, അതിനെല്ലാം ഒരു രീതിയുണ്ട്, ചട്ടങ്ങളുണ്ട്. സഭയോട് ചേരണം, ആദ്യം സഭാ നേതൃത്വത്തിന് കീഴ്പ്പെടണം, ശിഷ്യനായിരിക്കണം, ശിഷ്യത്വത്തിൽ വളരണം, കർത്താവ് ഏൽപ്പിച്ചത് ചെയ്തു തുടങ്ങണം. അങ്ങനെ അവർ വളർന്ന് ഫലം കായ്ക്കുന്നവരാകണം. അതിൻ്റെ ഒരു രീതി നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുപോലെയുള്ള ചട്ടങ്ങൾ ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. പക്ഷെ അവർക്ക് വാഗ്ദത്ത ദേശത്തിനുള്ള ദർശനം അത്ര കാഴ്ചയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ വീണുപോയി. നമ്മൾ ഒരു വാഗ്ദാന ദേശത്തിലേക്ക് യാത്രയിലാണ്. നമ്മൾ ആ യാത്രയിലായിരിക്കുകയാണ്. ദർശനത്തെക്കുറിച്ചും ചട്ടങ്ങളെക്കുറിച്ചും അറിയില്ലെങ്കിൽ ഈ യാത്ര മുഴുവനാക്കുവാൻ പലർക്കും സാധ്യമാവുകയില്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനം യോശുവയും കാലിബും ഒഴികെ മറ്റെല്ലാവരും മരുഭൂമിയിൽ മരിച്ചു വീണു. അവർക്കാർക്കും വാഗ്ദത്ത ദേശം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ദർശനത്തെക്കുറിച്ച് വ്യക്തതയില്ല. ആ ദർശനം എങ്ങനെ ഞാൻ പ്രാപിക്കും എന്ന ചട്ടങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. ഇന്ന് വചനം കേൾക്കുന്ന സ്നേഹമുള്ള ദൈവമക്കളെ, ഞാൻ വളരെ ആത്മാർത്ഥതയിൽ പറയുക, കർത്താവ് പറയുന്ന ദർശനം ഇന്ന് സ്വീകരിച്ചു വേണം ഇവിടെ നിന്ന് പോകാൻ. വരുന്ന വർഷത്തേക്ക്, ഇനിയുള്ള വർഷങ്ങളിലേക്കുള്ള ദർശനം നമ്മൾ പ്രാപിച്ചെടുക്കണം. ആ ദർശനം നമ്മുടെ മുൻപിൽ തന്നെ വേണം. പ്രതികൂലങ്ങൾ വരും, സാധ്യമല്ല എന്ന് നിനക്ക് തോന്നും. എന്നാൽ അവിടെയെല്ലാം നിന്നെ മുൻപോട്ട് നയിക്കുന്നത് ഈ ദർശനമാ. അവിടെ എല്ലാം നിന്നെ മുൻപോട്ട് നയിക്കുന്നത് ദൈവം തരുന്ന ഈ ചട്ടങ്ങളാ.
ഹല്ലേലൂയ. ജോസഫിനെ നോക്കാം. ജോസഫിന് ഒരു ദർശനത്തെ കൊടുത്തു. ഹല്ലേലൂയ. ജോസഫ് കണ്ടു സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നു. അവൻ വീട്ടിൽ പറഞ്ഞു. കേട്ട എല്ലാവരും അവനെ എതിർത്തു. കേട്ട അവന്റെ അപ്പന് പെട്ടെന്ന് തന്നെ മനസ്സിലായി, സൂര്യൻ എന്ന് പറയുന്നത് ഞാനാണ്, യാക്കോബാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് അവന്റെ മാതാവാണ്, അവന്റെ അമ്മയാണ്. 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 11 സഹോദരന്മാരാണ്. ഞങ്ങളെല്ലാം നിന്നെ വണങ്ങുമെന്നാണോ നീ പറയുന്നത്? അന്ന് മുതൽ അവൻ ആ ദർശനത്തിനെതിരെയുള്ള പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നു. ചേട്ടന്മാർ തന്നെ പിടിച്ച് കുഴിയിലിട്ടു. അവനെ ഈജിപ്തിലേക്ക് വിറ്റു. അവിടെ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചു. അവൻ കാരാഗ്രഹത്തിലായി. എല്ലാം ദർശനത്തെ തടയുന്ന തടസ്സങ്ങളാ. അവനെ കാരാഗ്രഹത്തിൽ സൂക്ഷിച്ചു. എന്നാൽ നോക്ക്, അബ്രഹാം ആകട്ടെ, മോശയാകട്ടെ, ജോസഫ് ആകട്ടെ, ആ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ വിറ്റ സമയത്ത്, പീഡനം സഹിച്ച സമയത്തെല്ലാം അവരുടെ മുൻപിൽ ഒരു ദർശനം ഇങ്ങനെ വിളങ്ങിക്കൊണ്ടിരുന്നു. മോശ ഈ ബുദ്ധിമുട്ടുകളെല്ലാം അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ ഒന്ന് വിശ്വസിച്ചു, എന്നെ വിളിച്ചിരിക്കുന്നു, എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ ഇവരെ കാനാൻ ദേശത്തിൽ എത്തിക്കേണ്ടവനാണ്. അബ്രഹാം ഒന്ന് വിശ്വസിച്ചു, എന്തും സംഭവിച്ചോട്ടെ, എന്നിലൂടെ സർവ്വലോകവും അനുഗ്രഹിക്കപ്പെടും. യോസഫ് ഒന്ന് വിശ്വസിച്ചു, എന്നെ കർത്താവ് ഉന്നതനാക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ ഉന്നത സ്ഥാനത്ത് ഞാൻ എത്തും. അതുപോലെ തന്നെ ആ ദർശനം കർത്താവ് പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇനി ദാവീദിലേക്ക് നോക്കാം. ദാവീദിനെ കുറിച്ച് ദൈവം കൊടുത്ത ദർശനം വേഗത്തിൽ നമുക്ക് വായിക്കാം. 1 സാമുവേൽ 16:1. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജ്യസ്ഥാനത്തിൽ നിന്നോ ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായി യിശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശമൂവേലിനോട് ദൈവം പറഞ്ഞ വചനമാ, നീ എത്ര നാളിങ്ങനെ ദുഃഖിച്ചിരിക്കും? നീ ദുഃഖിച്ചൊന്നും ഇരിക്കേണ്ട. ശൗൽ ദൈവത്തെ അനുസരിക്കുന്നില്ല. ദൈവം അഭിഷേകം ചെയ്തതാ, എന്നാൽ ഇപ്പോൾ അനുസരിക്കുന്നില്ല. അതിൽ ദുഃഖിച്ചിരിക്കുക ശമൂവേൽ പ്രവാചകൻ. ദൈവം പറയുക, നീ എത്ര നാൾ ദുഃഖിച്ചിരിക്കും? അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ വേണ്ട, നീ അവനെ വിട്ടുകളാ. ഞാൻ ഒരുവനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നീ ബേത്ലഹേമിലേക്ക് ചെല്ല്. യിശായിയുടെ മകനായ ഒരുവനെ ഞാൻ അഭിഷേകം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 13-ാം വാക്യത്തിലേക്ക് വരാം വേഗത്തിൽ. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്തോ അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ചോ അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. നോക്ക്, ദൈവം പറഞ്ഞതനുസരിച്ച് ശമൂവേൽ ചെയ്തത് ഒട്ടും കാഴ്ചയ്ക്കോ നമ്മുടെ ബുദ്ധിക്കോ മനസ്സിലാകാത്ത ബാലനായിരുന്ന ദാവീദിനെ, ആട് മേയ്ക്കുന്ന ഒരുവനെ പിടിച്ചു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. എന്തായി അഭിഷേകം ചെയ്യുന്നത്? അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ദാവീദ് ഗോലിയാത്തിനെ കൊന്നിട്ടില്ല, യുദ്ധങ്ങൾ ചെയ്തിട്ടില്ല, ഒരു പരിചയവുമില്ല. എന്നാൽ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, ഈ വചനത്തിൽ വായിക്കുകയാണെങ്കിൽ അറിയാം, സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന് മേൽ വന്നു. ആ അഭിഷേകം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന് മേൽ വന്നു. ഈ അഭിഷേകം, ഈ ദർശനത്തിന്റെ ഉറപ്പുകൊണ്ടാണ് ദാവീദ് അനേകം ക്ലേശങ്ങളിലൂടെ കടന്നുപോയപ്പോഴും പിടിച്ചു നിന്നത്. ഗോലിയാത്തിനെ കൊല്ലുവാനുള്ള കരുത്ത് ഈ ദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. സൗൾ രാജാവിന്റെ അടുത്ത് ചെന്ന് ആ രാജകൊട്ടാരത്തിൽ ഭടനായി, സേവകനായി, യുദ്ധം ലീഡ് ചെയ്യുന്ന ആളായി അതിനെല്ലാം പൊരുതുവാനുള്ള കരുത്ത് ഈ ദർശനത്തിൽ നിന്നാണ് വരുന്നത്. പിന്നീട് ശൗൽ ദാവീദിനെ കൊല്ലാൻ നോക്കുമ്പോൾ
ജീവന് വേണ്ടി മലയിടുക്കുകളിൽ ഒളിച്ച് താമസിക്കുമ്പോൾ പടയാളികളെല്ലാം ദാവീദിനെ കൊല്ലാൻ നടക്കുമ്പോൾ, അപ്പോഴെല്ലാം നോക്ക്, ഈ ദർശനത്തിനെതിരെ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവിടെയെല്ലാം ദാവീദിന് ശക്തി നൽകിയത്, അവിടെയെല്ലാം ദാവീദ് വീഴാതെ നിന്നത്, ശൗലിനെ പോലും കുറ്റം പറയാതെ നിന്നത് ഒറ്റ കാരണമാ, ദാവീദിന്റെ മുൻപിൽ ഒരു ദർശനമുണ്ട്. നീ രാജാവായി വാഴേണ്ടവനാ. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ മുൻപിൽ തളരാതെ ഇരിക്കുന്നത് ആ ദർശനത്തിന്റെ വ്യക്തത കൊണ്ടാ. ആ പീഡനങ്ങളെ എല്ലാം അവൻ അതിജീവിച്ചത് കർത്താവ് തന്ന ദർശനത്തെ അവൻ നെഞ്ചിൽ വഹിച്ചത് കൊണ്ടാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്താവ് താങ്ങുമെന്ന ഉറപ്പാ. താങ്ക് യു ലോർഡ്. ഈ ദർശനമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മളെക്കുറിച്ച് എന്താ ദൈവത്തിന്റെ ദർശനം? ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഓരോ വിശ്വാസിക്കും വേണം. അല്ലാതെ ഈ ഓട്ടം ഓടുക സാധ്യമല്ല, അല്ലാതെ വാഗ്ദത്ത നാട് പ്രാപിക്കുക സാധ്യമല്ല, അല്ലാതെ നീ ഒരു അനുഗ്രഹമായിരിക്കുക സാധ്യമല്ല, അല്ലാതെ നീ ഒരു രാജാവിനെ പോലെ വാഴുക സാധ്യമല്ല. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളെ കുറിച്ച് എന്താ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു വിശുദ്ധ ജനമാണ്, നിങ്ങൾ ഒരു ശ്രേഷ്ഠ വിശുദ്ധിയുള്ള ഒരു ജാതിയാണ്, നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. നമ്മളെക്കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് കർത്താവ് തന്ന വാഗ്ദാനം എത്ര പേർക്ക് ഈ ചിത്രം മനസ്സിലുണ്ട്? ദാവീദ് ആ ബാലനായിരിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളത്തിൽ ഒരു ചിത്രമാ, ഓ ഞാൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനാ. അബ്രഹാമിന് ജനിക്കുവാൻ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുവാൻ പോലും വകയില്ലാത്ത സമയത്ത് അവൻ കാണുകയാ, എന്നിലൂടെ അനേകം ജനതകൾ. ഹല്ലേലൂയ. മോശ കാണുകയാ, ഒരു സാധ്യതയുമില്ല ഈ മരുഭൂമി കടന്ന് അവിടെ എത്തുവാൻ. എന്നാലും കർത്താവിന്റെ വാഗ്ദാനം അവന്റെ മുൻപിൽ നിൽക്കുകയാ. നിന്നെക്കുറിച്ച് വ്യക്തതയോടെ യേശു ജീവൻ തന്ന് രക്തത്താൽ നിന്നെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് നിന്നെക്കുറിച്ച് അവൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാ, നീ ദൈവത്തിന്റെ പൈതലാ, നീ രാജകീയ പുരോഹിത ഗണമാ. ഓ, നിന്റെ മേൽ യേശുവിന്റെ അധികാരമുണ്ട്, നിന്റെ മേൽ ദുഷ്ടനെ തകർക്കുവാനുള്ള ദൈവശക്തിയുണ്ട്. എത്ര പേരുടെ മുൻപിൽ ഈ വാഗ്ദാനം, ഈ ദർശനം വ്യക്തതയോടെ വിളങ്ങുന്നുണ്ട്? 1 പത്രോസ് 2:9 വായിക്കാം. ഇതിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവും ആകുന്നു. നിങ്ങളോ, ഇപ്പൊ കണ്ടോ, നിങ്ങളോ ഒരു കൂട്ടത്തെ വിളിക്കുകയാണ്, കർത്താവിന്റെ ശരീരത്തെ വിളിക്കുകയാണ്. നിങ്ങളോ ആരാ? ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ ആദ്യത്തെ കാര്യം, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശം. ഒന്ന് പറഞ്ഞേ, തെരഞ്ഞെടുക്കപ്പെട്ട വംശം. നോക്കി പറ, തെരഞ്ഞെടുക്കപ്പെട്ട വംശം. നിന്നെ കർത്താവിന്റെ വചനം പറയുന്നു, നീ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞേ, തെരഞ്ഞെടുക്കപ്പെട്ട വംശം, തെരഞ്ഞെടുക്കപ്പെട്ട വംശം. അടുത്തത് വേറൊരാൾക്ക് കൈകൊടുത്ത്, രാജകീയ പുരോഹിത ഗണം. രാജകീയ പുരോഹിതൻ, അതായത് രാജാവിനെ പോലെ. എങ്ങനെ രാജാവ്? ദുഷ്ടനോട് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക എന്ന് പറയുമ്പോൾ അവൻ പോയേ പറ്റൂ. അതിനുവേണ്ട അധികാരം നിന്റെ മേലുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. രാജാവിന്റെ അധികാരമല്ല അത്, അല്ലേ? രാജകീയ. അടുത്ത ആളോട് പറഞ്ഞ രാജകീയ പുരോഹിത ഗണം. യെസ്, രാജകീയ പുരോഹിതൻ. രാജാവ് മാത്രമല്ല, രാജാവും പുരോഹിതനും. വിശ്വാസികളെ കുറിച്ച് ദൈവത്തിന്റെ ദർശനമാ, കാഴ്ചയാ. വേണമെങ്കിൽ അതങ്ങ് ഏറ്റെടുത്തോ. ഈ കാഴ്ചയാ നിന്നെ മുൻപോട്ട് നയിക്കുന്നത്. ഈ കാഴ്ചയാ നിന്നെ പ്രതികൂലങ്ങളെ ജയിപ്പിക്കുന്നത്.
രാജകീയ പുരോഹിതൻ. അടുത്തത് വിശുദ്ധ ജനം, വിശുദ്ധ ജനത, ദൈവത്തിന്റെ സ്വന്തം ജനം. ഒന്ന് പറഞ്ഞേ, നീ വിശുദ്ധനാണെന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്ന ആളോട്. ആൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നീ പറ. യേശു രക്തത്താൽ വീണ്ടെടുത്തു, ആളറിഞ്ഞിട്ടില്ല. നീ വിളിച്ചു പറ, നീ വിശുദ്ധനാ. കാരണം ഒരുവന്റെ രക്തം നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ശത്രുവാ നിന്നെ പേടിപ്പിക്കുവാൻ നോക്കുന്നത്, രാജാവ് ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. അവന്റെ മേലൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുക. അതുകൊണ്ടാ വചനം വിളിച്ചു പറയുന്നത്, നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ? യു ആർ അനോയിന്റഡ്, യു ആർ അപ്പോയിന്റഡ്. ഹല്ലേലൂയ. ഈ ചിത്രം നമ്മളുടെ ഉള്ളത്തിൽ എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുമെങ്കിൽ, പ്രൈസ് ഗോഡ്, വിളങ്ങിക്കൊണ്ടിരിക്കുമെങ്കിൽ ഞാനൊരു രാജാവിനെ പോലെ ശത്രുവിനോട് യുദ്ധം ചെയ്യും. ഞാനൊരു രാജാവിന്റെ അധികാരത്തോടെ അവനോട് കൽപ്പിക്കും. അവൻ എന്നെ അനുസരിച്ചേ പറ്റൂ. കാരണം യേശുവിന്റെ നാമത്തിലുള്ള അധികാരം എന്റെ മേലുണ്ട്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്.